ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. ഈവനിങ് സ്നാക്സായിട്ട് മാത്രമല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്നാക്സാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മൾ മെഴുക്ക് പുരട്ടിക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് വെന്ത് പോകരുത്, ചെറിയ രീതിയിലൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ. ഒരു 75% ഒക്കെ ഇത് വെന്തിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി വേവാനായിട്ടുണ്ട്. ആ ഒരു പരുവം വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ക്യാരറ്റും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ക്യാരറ്റും ഒന്ന് വഴണ്ട് വരുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ തവണയും ഉപ്പ് ചേർക്കുമ്പോഴേ കുറേശ്ശെ മാത്രമേ ചേർക്കാവൂ കേട്ടോ. അപ്പോൾ ഇതിനി അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ക്യാരറ്റും ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരുപാട് നേരം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചൂട് തട്ടുമ്പോൾ തന്നെ ക്യാപ്സിക്കം ഒക്കെ നല്ലതുപോലെ വെന്ത് വരും. അപ്പോൾ നമുക്ക് അധികമൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു കടായിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാള ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, സവാളയൊക്കെ ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇത് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, നമ്മുടെ ഫ്ലേവറിനനുസരിച്ച്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതാണ്ട് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കടായുടെ ഒരു സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഉടനെ ഒന്നും ഇളക്കരുത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ ഇതൊന്ന് കുക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് വേണം ഇത് ഇളക്കി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് ചിക്കി എടുക്കണം. കുറച്ചൊന്ന് വെന്ത ശേഷം നമ്മൾ ഇത് ഇളക്കി ചേർക്കുമ്പോഴേ നല്ല വലിയ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇത് അന്നേരം തന്നെ നമുക്ക് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞു പീസസ് ആയിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചിക്കി ഒന്ന് എടുക്കാം മുട്ട. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സ്നാക്സാണ്. അപ്പോൾ അതാണ്ട് മുട്ടയും നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാളയും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നമുക്കെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് സോയാ സോസോ ടൊമാറ്റോ സോസോ ഒക്കെ ചേർക്കണമെന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഷീറ്റാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് മൈദപ്പൊടിയിൽ മാത്രം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ മാത്രം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുത്തതുപോലെ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. ഒരു ചെറിയ ബൗളിൽ നിറയെ പാൽ എടുത്തിട്ടുണ്ട്. പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ ദോശമാവിനൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പാലെടുത്ത് അതേ ബൗളിൽ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. ഒട്ടും കട്ടകളില്ലാതെ ലൂസായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ദോശമാവിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ചെയ്തെടുക്കാനേ. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഒരുപാട് ലൂസും ആയി പോകരുത്, ഒരുപാട് ടൈറ്റും ആയി പോകരുത് കേട്ടോ. അതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കനം കുറച്ച് നമ്മൾ ദോശയ്ക്കൊക്കെ പരത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. പാൻ ഒരുപാട് ചൂടാവാനും പാടില്ല, അതുപോലെ തന്നെ തീരെ കുറവുമാവരുത് പാനിൻ്റെ ചൂട്. ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ പാൻ ചൂടാവുക കേട്ടോ. പാൻ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷീറ്റ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതാ കണ്ടില്ലേ, വളരെ കനം കുറച്ച് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇത്രയും മാത്രം മതി. അപ്പോൾ അടുത്തതും എന്താ ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്തതും പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മാക്സിമം നമ്മൾ കനം കുറച്ച് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഷീറ്റുകളെല്ലാം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിത് ചെയ്തെടുക്കുമ്പോഴേ ഓരോന്നോരോന്നതിൻ്റെ പുറത്ത് വെച്ച് ചെയ്യരുത് കേട്ടോ. ഇത് തണുത്ത ശേഷമേ നമ്മളിത് ഒന്നിച്ച് വെക്കാവൂ. ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാനും അതുപോലെ ഈർപ്പമൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീരൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള സ്നാക്സാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷീറ്റ് ഇതേ രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. അടിവശം മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. മടക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെക്കുക. നമ്മുടെ ആ ഷീറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഷീറ്റിൻ്റെ ഒരു സൈഡ് ഇത് അകത്തേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഷീറ്റ് തയ്യാറാക്കാൻ എടുത്ത മാവിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് മറു സൈഡ് അതിന് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇത് അഴിഞ്ഞൊന്നും പോകുകയില്ല, നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ. അടിവശമൊന്നും നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനെൻ്റെ അടിവശമൊന്നും ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരികയൊന്നുമില്ല. നമ്മൾ ആ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഒരെണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ്സൊക്കെ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക. അതിനുശേഷം വേണം മാവൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സീൽ ചെയ്തെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5 എണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഇത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് 2 3 ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് തിരിച്ചിടാനുള്ള സ്പേസ് നമുക്കിതിൽ വേണം കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ മാറി മാറി വെച്ച് കൊടുത്തുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം ഒന്ന് നല്ലതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്തിൽ ഫില്ലിങ്സ് ഒക്കെ പുറത്ത് പോകാതെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ രീതിയിൽ അടുത്തതും കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചായയുടെ കൂടെയൊക്കെ വൈകിട്ട് കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ അതാണ്ട് മറു സൈഡും ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതും നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള സ്നാക്സാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ചെറിയ ചൂടോടുകൂടി ഇത് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.